ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പ്രീമിയം എങ്ങനെയാണ് റവന്യൂ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റവന്യൂ അക്കൗണ്ടിൽ കൃത്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പ്രീമിയം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്, നിങ്ങൾക്കത് അപ്ലൈ ഈ ഒരു ഫോമാറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഫോമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദി ഇയർ നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടാവും പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദി ഇയർ, അത് നിങ്ങൾ എടുക്കുക. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, അതായത് പ്രീമിയം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് കിട്ടാനുണ്ട് എങ്കിൽ അത് ആഡ് ചെയ്യണം. കൂടാതെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, അതായത് ആ ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിഗിനിങ്ങിൽ എന്തെങ്കിലും പ്രീമിയം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. കൂടാതെ റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ടു ബി അഡ്ജസ്റ്റഡ്, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദ ഇയറിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ടോട്ടൽ ഫിഗർ കിട്ടും. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ലെസ് ചെയ്യണം. എന്തൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇനി പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, ആ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്തെങ്കിലും പ്രീമിയം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. കൂടാതെ റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് അതും ലെസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടോട്ടലിൽ നിന്ന് രണ്ടാമത്തെ ടോട്ടലിൽ ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രീമിയം ടു ബി ക്രെഡിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ആണ്. ഓക്കെ, റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ്, ഇവിടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റിസീവ്ഡ് എന്നോ ഇവിടെ പെയ്ഡ് എന്നോ തന്നിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് റീഇൻഷുറൻസ് പ്രീമിയം എന്ന് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് അത് റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്നാണ്. റിസീവ്ഡ് എന്നാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് എന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിസീവ്ഡ് എന്നോ പെയ്ഡ് എന്നോ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് അത് റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്നാണ്. അപ്പോൾ നമുക്കൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഇവിടെ ഇല്ലസ്ട്രേഷൻ തന്നിരിക്കുന്നത് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രീമിയം ടു ബി ക്രെഡിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ എന്തൊക്കെ പ്രീമിയം, എത്ര എമൗണ്ട് പ്രീമിയം ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം തന്നിരിക്കുന്നത് പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദ ഇയർ 2017-18, ആ ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൽ റിസീവ് ചെയ്ത പ്രീമിയം തന്നിട്ടുണ്ട്. കൂടാതെ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഓൺ 31/3/2018, 31 മാർച്ച് 2018 എത്ര പ്രീമിയമാണ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ 31/3/2018 എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഇവിടെ 2017-18 ഫിനാൻഷ്യൽ ഇയർ ആണ് അല്ലേ. അപ്പോൾ 31 മാർച്ച് എന്ന് പറയുമ്പോൾ എൻഡിലാണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദി എൻഡ് എന്നാണത് മീൻ ചെയ്യുന്നത്. ഇനി പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31/3/2018, അതായത് അഡ്വാൻസ് പ്രീമിയം റിസീവ് ചെയ്തത് ഇയർ എൻഡിൽ റിസീവ് ചെയ്ത അഡ്വാൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഓൺ 1st April 2017, അതായത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഓക്കെ, ഇനി പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/4/2017, അതായത് ബിഗിനിങ്ങിൽ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്ന പ്രീമിയം. കൂടാതെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം തന്നിട്ടുണ്ട്. പിന്നെ റീഇൻഷുറൻസ് പ്രീമിയം ഓഫ് ദ ഇയർ, ഇവിടെ റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യാം? അത് പെയ്ഡ് ആണെന്നാണ് അസ്യൂം ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് ഈ ഒരു ഫോർമാറ്റ് നോക്കി നമ്മൾക്കിത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രീമിയം റിസീവ്ഡ്, ഇവിടെ ഫോർമാറ്റിൽ നോക്കിയാൽ അറിയാം പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ അല്ലേ. പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആണ് ഏറ്റവും ആദ്യം എടുക്കേണ്ടത്, നമ്മുടെ ബേസ് ആയിട്ട് അത് എടുക്കുക. അപ്പോൾ ഇവിടെ പ്രീമിയം റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2017-18 20 lakh തന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുക. അതിൻ്റെ ഒപ്പം കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, നമുക്ക് ഓരോന്നും എടുക്കാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഓൺ 31 മാർച്ച് 2018 അതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ പ്ലസ് മാർക്ക് ചെയ്യുക 50,000. ഓക്കെ, ഇനി റിസീവ്ഡ് പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ബിഗിനിങ് ഓഫ് ദ ഇയർ, ബിഗിനിങ്ങിൽ അതായത് ഫിനാൻഷ്യൽ ഇയർ തുടക്കത്തിൽ എന്തെങ്കിലും പ്രീമിയം അഡ്വാൻസ് ആയിട്ട് റിസീവ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ ഓൺ 1st April 2017 75,000, അതും നമ്മൾക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി റീഇൻഷുറൻസ് പ്രീമിയം റിസീവ്ഡ് ആണ് അടുത്ത ഫോർമാറ്റിൽ തന്നിരിക്കുന്നത്. ഇവിടെ റീഇൻഷുറൻസ് പ്രീമിയം ഓഫ് ദ ഇയറിന് മാത്രമേ തന്നിട്ടുള്ളൂ, അതായത് റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? പെയ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ആഡ് ചെയ്യാനില്ല, അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ സൊല്യൂഷനിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അടുത്ത ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ടു ബി അഡ്ജസ്റ്റഡ്,
ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ടു ബി അഡ്ജസ്റ്റ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം 22,000. ഇനി നമുക്ക് ലെസ് ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ലെസ് ചെയ്യാനുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ എത്രയാ, 1,50,000. അത് നമുക്ക് ലെസ് ചെയ്യണം. ഇനി റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും അവസാനം ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒടുക്കത്തിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ലെസ് ചെയ്യണം. അത് ഇവിടെ തന്നിട്ടുണ്ട്. പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st March 2018 എത്രയാ, 1 lakh. അതും നമുക്ക് ലെസ് ചെയ്യണം. പിന്നെ അവസാനം വേണ്ടത് റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. റീഇൻഷുറൻസ് പ്രീമിയം ഓഫ് ദ ഇയർ 2 lakh. ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം ടു ബി ക്രെഡിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട് ഈ ഒരു സാധനം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രീമിയം റിസീവ്ഡ്, നമ്മൾ എപ്പോഴും പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദി ഇയറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീമിയം റിസീവ് ഡ്യൂറിങ് ദി ഇയറോട് നമ്മൾ 20,000 20 lakh കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 lakh എടുത്തു. അതിൻ്റെ ഒപ്പം ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 50,000 ആഡ് ചെയ്തു. കൂടാതെ പ്രീമിയം റിസീവ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലും പ്രീമിയം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, 75,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 22,000. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ടു ബി അഡ്ജസ്റ്റഡ് ആഡ് ചെയ്യണം 22,000. ഓക്കെ, അപ്പോൾ 20 lakhിനൊപ്പം 50,000 പ്ലസ് 75,000 പ്ലസ് 22,000 ചെയ്യുമ്പോൾ 21,47,000 കിട്ടും. ഇനി അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലെസ് ചെയ്യണം. എന്തൊക്കെയാണ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അറ്റ് ദ ബിഗിനിങ്, അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലും പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. പിന്നെ പ്രീമിയം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ്, ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്തെങ്കിലും പ്രീമിയം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യണമെങ്കിൽ അത് ലെസ് ചെയ്യണം. കൂടാതെ റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ലെസ് ചെയ്യണം. റിസീവ്ഡ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ റിസീവ്ഡ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പ്രീമിയം പെയ്ഡ് ആണ്, റീഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ആണ്. അപ്പോൾ 2 lakh അതും ലെസ് ചെയ്യണം. അപ്പോൾ 1,50,000 പ്ലസ് 1 lakh പ്ലസ് 2 lakh 4,50,000 നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ 21,47,000 നിന്ന് 4,50,000 ലെസ് ചെയ്യുമ്പോൾ 16,97,000. ഇതാണ് നമ്മൾക്ക് പ്രീമിയം എവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും, പ്രീമിയം റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ. ഇനി പ്രീമിയം റിസീവ്ഡ് തന്നിട്ടില്ല, ഇതുപോലെ കുറേ കാര്യങ്ങളാണ് തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.